നമ്മൾ സ്ത്രീകൾ ഒരു ദിവസം കുക്കിംഗ്, ക്ലീനിങ്, ലോണ്ടറി എന്നിങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ട് തോന്നാറുള്ളത് ഈ പാത്രം കഴുകലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റു പല ജോലികളും ദിവസത്തിൽ ചിലപ്പോൾ ഒരു തവണ ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ. എന്നാൽ ഈ പാത്രം കഴുകുന്ന ജോലി മാത്രം നമ്മൾ ഒരു ദിവസം പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം നമ്മൾ പാചകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും പാത്രം കഴുകുന്നു, വീണ്ടും കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു. ഇത് തന്നെ ഇങ്ങനെ ഒരു നെവർ എൻഡിങ് ലൂപ്പായിട്ട് പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കാരണം അവർക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ പാത്രം കഴുകാനും കുക്ക് ചെയ്യാനും എല്ലാത്തിനും സമയം കിട്ടുന്നത്. അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് ഉണക്കി തരാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ ഒരുപാട് സമയം നമുക്ക് ഒരു ദിവസം സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഡിഷ് വാഷർ. എല്ലാവരെ പോലെ തന്നെ ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് ഞാൻ എന്റെ ഡിഷ് വാഷർ വാങ്ങിയത്. ശരിക്കും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണോ? പാത്രങ്ങൾ നന്നായിട്ട് കഴുകി കിട്ടുമോ? നന്നായിട്ട് ഉണക്കി കിട്ടുമോ? ഇങ്ങനെയെല്ലാം ഒത്തിരി സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഡിഷ് വാഷറിനെ കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഇന്നത്തെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും എ ലേഡീസ് നോട്ട് പാഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോഷ് കമ്പനിയുടെ 13 പ്ലേസ് ഡിഷ് വാഷർ ആണ് ഞാൻ വാങ്ങിയത്. പാത്രങ്ങൾ ലോഡ് ചെയ്യാനായിട്ട് ഇതിന് 2 ബാസ്ക്കറ്റ്സ് ആണ് ഉള്ളത്. മുകളിലത്തെ ബാസ്ക്കറ്റ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, അതായത് താഴെ ഇപ്പൊ വലിയ ഹൈറ്റ് കൂടിയ പാത്രങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ബാസ്ക്കറ്റ് നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി വെക്കാനും ആവശ്യമില്ലെങ്കിൽ താഴത്തേക്ക് കുറച്ച് ഇറക്കി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴത്തെ ബാസ്ക്കറ്റിലാണ് നമ്മൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള പാത്രങ്ങൾ വെക്കുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ലോഡിലും എന്തൊക്കെ പാത്രങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് ഈ പ്ലേറ്റ് റാക്കുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പ്ലേറ്റ്സ് കുറവായിട്ടാണ് നമുക്ക് ഈ ലോഡിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കത് ചുരുക്കി വെക്കാം. നമുക്ക് കൂടുതൽ പാത്രങ്ങൾ എങ്ങനെയാണോ വെക്കാൻ സൗകര്യം ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മുകളിലത്തെ ബാസ്ക്കറ്റിലും ഇതുപോലെ തന്നെ പ്ലേറ്റ് റാക്കുകൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചുരുക്കിയും അതുപോലെ പൊക്കിയും ആവശ്യത്തിനനുസരിച്ച് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ബാസ്ക്കറ്റ്സ് റിമൂവബിൾ ആണ്. ഈ താഴത്തെ ബാസ്ക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് വലിച്ചെടുത്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഉള്ളിലെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫിൽറ്റർ, പിന്നെ സോൾട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗമാണത്. അതുപോലെ സ്പ്രേ ആംസ്, മുകളിലും താഴെയായിട്ട് 2 സ്പ്രേ ആംസ് ആണ് ഉള്ളത്. ഇതിൽ നിന്നാണ് വെള്ളം ചീറ്റി വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വൃത്തിയായി കിട്ടുന്നത്. ഈ ഫിൽറ്റർ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഇതിൽ വെസൽസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ഇതുവഴിയാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം പാത്രങ്ങളിൽ നിന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ലോഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ ഊരി കൃത്യമായിട്ട് ഒരു നല്ല ബ്രഷോ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ സോൾട്ട് ഇടുന്ന സോൾട്ട് റിസർവയറിന്റെ അതിന്റെ ക്യാപ്പ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിനുള്ളിലേക്കാണ് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ സൈക്കിളിനും നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോൾട്ട് നമ്മൾ ഒരു തവണ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് നമ്മൾ ഇത് ഇടേണ്ടതെന്നുള്ളത് ഡിസ്പ്ലേയിൽ ഇൻഡിക്കേഷൻ വരും. അപ്പം മാത്രം നമുക്ക് ഇത് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇത് തിരിച്ച് അടച്ചു വെക്കാം. ഇതിന്റെ ഡോറിലായിട്ട് ഡിറ്റർജന്റ് ഡിസ്പെൻസർ, എവിടെയാണോ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ആ ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗമുണ്ട്. പിന്നെ റിൻസൈഡ്, എക്സ്ട്രാ പാത്രങ്ങൾക്കൊരു തിളക്കം കൊടുക്കുന്ന റിൻസൈഡ് നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഡിഷ് വാഷറിൽ വെസൽസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സോൾട്ട് ആണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹാർഡ് വാട്ടർ ആണ് ഞങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹാർഡ് വാട്ടറിലുള്ള മിനറൽസ് ഒക്കെ ഈ പാത്രങ്ങളിൽ ഡെപ്പോസിറ്റ് ആയിട്ട് പാത്രങ്ങൾ കഴുകി വരുന്ന സമയത്ത് ഒരു വൈറ്റ് കളറ് പാത്രങ്ങളിൽ ഉണ്ടാവാനും വാട്ടർ സ്പോട്സ് ഉണ്ടാവാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ഉപയോഗിക്കുന്നത്. സോൾട്ട് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും 385 റുപ്പീസ് ആണ് ഈ സോൾട്ട് 2 കിലോയുടെ പാക്കേജിനുള്ളത്. ഇത് നമുക്ക് ഓരോ മാസത്തിന് ഓരോ പാക്കൊന്നും ആവശ്യം വരില്ല കേട്ടോ. ഒരു പാക്കറ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേണ്ടത് ഈ ഒരു ടാബ്ലറ്റ് ആണ്, ഡിഷ് വാഷർ ടാബ്ലറ്റ്സ്. ഇതും സോൾട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ 24 എണ്ണം ഉണ്ടാവും. അതായത് ഒരു സൈക്കിളിന് ഒരു ടാബ്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്.
ഓരോ ലോഡിനും ഒന്ന് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ദിവസത്തിൽ ഒന്നേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോഡേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 24 ദിവസം നമ്മൾ ഇതൊരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് എക്സ്ട്രാ ഷൈൻ കൊടുക്കാനായിട്ട് ഈ റിൻസ് എയ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സ്പോട്ട്സും ഒന്നും പാത്രങ്ങളിൽ വരാതിരിക്കാനാണ് ഈ റിൻസ് എയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പാത്രങ്ങൾ ഞാൻ കഴുകാൻ വച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഷൈനിങ് ആണ് പാത്രങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ ഡീസ്കെയിലിങ്ങിനായിട്ട് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഡീസ്കെയിലിംഗ് സൊല്യൂഷൻ ആണ് ആവശ്യമുള്ളത്. ഡിഷ് വാഷർ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാത്രങ്ങളിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ ഒന്നൊന്നായിട്ട് ഇതിനുള്ളിൽ അടുക്കി വെക്കാം കേട്ടോ. പ്ലേറ്റ് റാക്കുകളുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്ലേറ്റ്സ് വെക്കാം. പിന്നെ നമുക്ക് സ്പൂൺസ് വെക്കാനുള്ള ഭാഗത്തിൽ സ്പൂൺസ് നമുക്ക് ഇട്ട് വെക്കാം. ഓരോ പാത്രങ്ങളും നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നൊന്നിനോട് ഓവർലാപ്പ് ചെയ്ത് വരാതെ, അതുപോലെ നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് കമത്തി വെക്കാനായിട്ട് നോക്കണം. ഇപ്പൊ ഈ പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഴുക്കോട് കൂടിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇത് ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. കഴുകി വന്നു കഴിയുമ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കപ്പുകളുടെ ഉള്ളിലായാലും ചായക്കറയും എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ ചില്ല് പാത്രങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. എല്ലാത്തിലും കറയും അതുപോലെ പാലെടുത്ത പാത്രം എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഡിഷ് വാഷറിൽ ക്ലീൻ ചെയ്ത് ഏറ്റവും വൃത്തിയായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ എണ്ണമയമുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇതിലെ സൈക്കിൾസിൽ ഹൈ ടെമ്പറേച്ചറിലാണ് പാത്രങ്ങൾ കഴുകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കഴുകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാത്രങ്ങളിൽ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം പോകുന്ന മാത്രമല്ല, സാനിറ്റൈസ്ഡ് ആയിട്ട് നല്ല ചൂടോടുകൂടി ചൂടുവെള്ളത്തിലാണ് പാത്രങ്ങൾ കഴുകി വരുന്നത്. ഇതിലിപ്പോൾ ലോഡ് ചെയ്യുന്ന ഓരോ പാത്രങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴുകി വരുന്ന സമയത്ത് എത്രത്തോളം വൃത്തിയായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളത്. വെസൽസ് എല്ലാം ഒന്നൊന്നിന് മേലെ ഓവർലാപ്പ് ആകാത്ത രീതിയിൽ നമ്മൾ ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടാബ്ലറ്റ് എടുത്ത് ഡിസ്പെൻസറിൽ വെക്കാം. ഇനി ഡിഷ് വാഷർ അടച്ചു കൊടുക്കാം. ഇനി പവർ ഓൺ ചെയ്താൽ മാത്രം മതി. റിൻസൈഡ് സാൾട്ട് എല്ലാം റീഫില്ല് ആവശ്യമുള്ള സമയത്ത് ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കാണിക്കും. ഏതൊരു ഇൻഡിക്കേറ്റർ ആണോ അത് കാണിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ സാധനം അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാത്രങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ഇപ്പൊ കൂടുതൽ അഴുക്കുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സൈക്കിൾസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ കാണുന്ന ഈ ഇന്റൻസീവ് കടായി എന്നുള്ള ഓപ്ഷൻ, അതിലാണ് ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചറിൽ ഇത് വൃത്തിയാക്കുന്നത്. 70 ഡിഗ്രി സെൽഷ്യസിനാണ് ഇന്റൻസീവ് കടായിൽ ഇതിന്റെ സൈക്കിള് വർക്ക് ചെയ്യുന്നത്. ഓരോ സൈക്കിളിനും ടെമ്പറേച്ചറും അതുപോലെ തന്നെ സമയവും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് ഒത്തിരി കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റൻസീവ് കടായിയിൽ വൃത്തിയാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സൈക്കിൾ സെലക്ട് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് വർക്ക് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒച്ചയും ഉണ്ടാവാറില്ല കേട്ടോ. ഇനി നമുക്ക് പാത്രങ്ങൾ എങ്ങനെ കഴുകി വന്നു എന്ന് നോക്കാം കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ചൂടും അതുപോലെ തന്നെ ആവി പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. കാരണം അത്ര അധികം ചൂടിലാണ് ഇത് പാത്രങ്ങൾ കഴുകി തരുന്നത്. നമ്മൾ വച്ച പാത്രങ്ങളാണോ കഴുകി വന്നതെന്ന് നോക്കാം. എത്രത്തോളം വൃത്തിയായിട്ടാണ് ഇത് കഴുകി വരുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം നമ്മൾ വച്ചപ്പോൾ ഉള്ളതിന്റെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകമായിട്ടൊരു തിളക്കം പാത്രങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഓരോരോ പാത്രങ്ങളായിട്ട് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ, എത്രത്തോളം വൃത്തിയായെന്നുള്ളത്. എത്ര തിളക്കാണെന്ന് നോക്കൂ. സ്റ്റീലിന്റെ പാത്രങ്ങൾ നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ തിളക്കം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഗ്ലാസ് പാത്രങ്ങളാണ് ഏറ്റവും വൃത്തിയായിട്ട് വരുന്നതായിട്ട് തോന്നുന്നത്. നല്ല ചൂടും നമുക്കുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ചൂടും ഉണ്ടാവും പാത്രങ്ങൾക്ക്. കറയോടുകൂടി നമ്മൾ ഉള്ളിൽ വെച്ച കപ്പുകളാണ് ഇതെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം പുതിയ കപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ, പ്രത്യേകിച്ച് ചായ അരിപ്പ എത്ര അഴുക്കോടുകൂടിയാണ് നമ്മളിത് ഉള്ളിൽ വെച്ചത്. പക്ഷെ ഇപ്പൊ കഴുകി വന്നപ്പോ കണ്ടോ, എല്ലാം പുതിയ ഐറ്റംസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒത്തിരി എണ്ണമയത്തോടു കൂടി നമ്മൾ അതിന്റെ ഉള്ളിൽ വെച്ച പാത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പൊ നോക്ക്, എണ്ണയുടെ ഒരു തരി അംശം പോലും ഇതിന്റെ ഉള്ളിലില്ല. നമ്മൾ കയ്യിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വൃത്തിയാവുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. ഒരു ദിവസം ഒരു നേരമാണ് ഞാനിത് ലോഡ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം
2 തവണ ചിലപ്പോൾ 3 തവണയൊക്കെ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമുക്ക് എത്ര തവണ ആവശ്യമുണ്ടോ അത്രയും തവണ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ലൈവ് റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബോധ്യമായിട്ടുണ്ടാവും ഇത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. ഇപ്പൊ പാത്രങ്ങളെല്ലാം കഴുകി വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിൽ കണ്ട ബാസ്ക്കറ്റ്സിലും അതുപോലെ ഇതിന്റെ ഉള്ളിലും യാതൊരു വിധത്തിലുള്ള അഴുക്കോ ഒന്നുമില്ല കേട്ടോ. നല്ല ഈ ഒരു ഡിറ്റർജന്റിന്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റിന്റെ ഒരു നല്ല സുഗന്ധം മാത്രമേ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. യാതൊരു വിധത്തിലുള്ള അഴുക്കും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടാബ്ലറ്റ് ഉള്ളിൽ അടച്ചു വെച്ചിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം അത് തന്നെ ഓപ്പൺ ആയി ഇരിക്കുന്നുണ്ടാവും, അത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം. പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഈ ഇഡ്ഡലി പാത്രത്തിന്റെ ഈ ഒരു തട്ടുകളൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാട്ടോ, എത്രത്തോളം വൃത്തിയായിട്ടാ ഈ തട്ടുകളൊക്കെ വൃത്തിയായി വന്നിരിക്കുന്നെന്നുള്ളത്. നല്ല വൃത്തിയായെന്ന് മാത്രമല്ല നല്ല പുതിയതുപോലെ ഒരു തിളക്കവും ഈ പാത്രങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണാം. ചായ തിളപ്പിക്കുന്ന പാത്രത്തിൽ ദേ ഇതുപോലെ നല്ല കട്ടിയിൽ കറയുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത്ര നന്നായിട്ട് ഈ ഒരു മാർക്ക് മുഴുവനായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് അത് ഞാൻ കയ്യിലാണ് വാഷ് ചെയ്യാറ്. പ്ലാസ്റ്റിക്, അലൂമിനിയം, നോൺ സ്റ്റിക്ക്, ഇരുമ്പ് ഇത്രയും ഐറ്റംസ്, ഇത്രയും പാത്രങ്ങൾ നമ്മൾ ഡിഷ് വാഷറിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഗ്ലാസ്, സിറാമിക് അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് ഡിഷ് വാഷറിൽ ഉപയോഗിക്കാം. ഇനി ഡിഷ് വാഷർ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വയ്ക്കാനുള്ള സ്ഥലം നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയയിലോ പ്രത്യേകമായിട്ട് ഇത് വെക്കാനുള്ള സ്ഥലം ആവശ്യമാണ്. കാരണം ഇത് നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വാഷിംഗ് മെഷീൻ്റെ ഡോറ് പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡോറ് തുറന്നു വെക്കാനുള്ള സ്പേസ് എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് പാത്രങ്ങൾ ഇതിൽ ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് ഇതിന് ആവശ്യമായിട്ടുള്ളത് കൃത്യമായിട്ടൊരു പവർ സപ്ലൈ ആവശ്യമാണ്. പിന്നെ വാട്ടർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കുഴലുകൾ പോവാനുള്ള സൗകര്യവും ഇതിന് ആവശ്യമാണ്. അതുപോലെ സ്പൂണുകൾ, നൈഫ്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇത് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ബാസ്ക്കറ്റ് ആണ്. അധികം സ്പൂണുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ എവിടെയാണോ സ്പൂണുകൾ ഇട്ട് വെക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെക്കുന്ന സ്ഥലവും കൂടി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൂൺസൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുകളിലും താഴെയും പാത്രങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം ഈ സ്പ്രേ ആംസ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് പാത്രങ്ങളിൽ എവിടെയെങ്കിലും തട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കറങ്ങില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, അതായത് പാത്രങ്ങൾ അത്ര വൃത്തിയായിട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലേ, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഹെൽപ്പ് എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നമുക്ക് കുറച്ച് സമയമെങ്കിലും ലാഭിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് പാത്രം കഴുകലിൽ നിന്ന് ചെറിയൊരു റിലീഫ് കിട്ടാനായിട്ട് ഡിഷ് വാഷർ എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ച് അറിയാനായിട്ട് ആരും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.